നമസ്കാരം. നരേന്ദ്രമോദി സർക്കാർ മൂന്നാം വട്ടവും അധികാരത്തിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ നേട്ടം ഒരുപക്ഷെ കേരളത്തിനാണ് കിട്ടിയിരിക്കുന്നത്. കേരളത്തിൽ ഇക്കുറി തൃശ്ശൂരിൽ നിന്ന് താമര വിരിഞ്ഞു. BJP കേന്ദ്ര നേതൃത്വം തന്നെ മുൻകൈയിട്ടിറങ്ങിയത് കൊണ്ടാണ് കേരളത്തിൽ താമര വിരിയിക്കാൻ കഴിഞ്ഞത്. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമെന്ന് മണ്ഡലത്തിലെ പ്രചാരണത്തിൽ ഉടനീളം ഉണ്ടായിരുന്ന ഒരു വാക്യമായിരുന്നു. തൃശ്ശൂർകാർക്ക് എന്തിന് കേരളത്തിന് വൻ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നും പ്രചാരണ വാക്യമായിരുന്നു. അതുകൂടാതെയാണിപ്പോൾ ജോർജ് കുര്യനും കേന്ദ്ര മന്ത്രിസഭയിലേക്ക് വന്നിരിക്കുന്നത്. ഇത് അപ്രതീക്ഷിതമായിട്ട് നരേന്ദ്രമോദി കേരളത്തിന് തന്ന ഒരു സമ്മാനമാണ്. മറിച്ച് കേരളത്തിലെ ഈ 2024 ഈ തെരഞ്ഞെടുപ്പിൽ BJPയിലേക്ക് ഒരു ചായ്വ് കാണിച്ചു ക്രൈസ്തവ വിഭാഗം. ആ ക്രൈസ്തവ വിഭാഗത്തെയാണ് ഇവിടെ ചേർത്ത് നിർത്തിയിരിക്കുന്നത്. BJP ഈഴവ വോട്ടുകളും അതുപോലെ തന്നെ ക്രൈസ്തവ സമൂഹത്തിന്റെ വോട്ടാണ് കൂടുതൽ സമാഹരിച്ചത്. പല മണ്ഡലങ്ങളിലും BJP ഒന്നാം സ്ഥാനത്തേക്ക് എത്തി. നിരവധി മണ്ഡലങ്ങളിലെ രണ്ടാം സ്ഥാനത്തുമാണ് നിൽക്കുന്നത്. ഇതെല്ലാം CPMന്റെ വോട്ടുകളാണ്. CPMന്റെ വോട്ടുകൾ ഇപ്പുറത്തേക്ക് സമാഹരിച്ചപ്പോൾ അത് സ്ഥിരമായിട്ട് നിർത്തണമെന്ന് തന്നെയാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ജോർജ് കുര്യനെ പോലുള്ള ഒരാളിലേക്ക് പാർട്ടി ഇത്തരത്തില് ഒരു കേന്ദ്ര മന്ത്രി പദവിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നീക്കമായിരുന്നു. ഇതൊക്കെ അറിഞ്ഞിട്ട് പോലും ജോർജ് കുര്യൻ എന്ന് പറയുന്ന സാധാരണക്കാരൻ ഒരു നേതാവിൻ്റെതായ പരിവേഷവും ഒന്നും കാണിക്കാതെ വളരെ ലാളിത്യത്തോടുകൂടി പോകുന്ന ജോർജ് കുര്യൻ ഇത് വളരെ വൈകി അറിയുന്നു. വൈകി മാത്രമാണ് കേരളവും അറിയുന്നത്. മധ്യ കേരളത്തിൽ ശരിക്കും BJPയുടെ ഒരു ക്രൈസ്തവ മുഖമാണ്. കോട്ടയത്ത് പാർട്ടി ഒന്നുമല്ലാതിരുന്ന ഒരു കാലമുണ്ട്. അന്ന് സ്വന്തം ഭാവി നോക്കാതെയാണ് ജോർജ് കുര്യൻ BJPയിലെത്തിയത്. പരിഹസിച്ചവരോടും മുഖം ചൊളിച്ചവരോടും മറുത്തൊരു വാക്ക് പറയാൻ നിൽക്കാതെ സംഘടനാ പ്രവർത്തനത്തിൽ മുഴുകി. ജോർജ് കുര്യനും PJ തോമസും വെട്ടിത്തെളിച്ച വഴിയിലൂടെയാണ് കോട്ടയത്തെ പുതുതലമുറ തന്നെ BJPയിലേക്ക് എത്തുന്നത്. പദവികൾക്ക് പിന്നാലെ ഒരിക്കലും പോയിട്ടില്ലാത്ത ജോർജ് കുര്യനെ പല പദവികളും തേടിയെത്തുകയായിരുന്നുവെന്ന് അദ്ദേഹവുമായിട്ട് അടുപ്പമുള്ളവർ പോലും പറയുന്നുണ്ട്. പ്രീ ഡിഗ്രി പഠന കാലയളവിലാണ് അദ്ദേഹം BJP രാഷ്ട്രീയത്തിൽ ആകൃഷ്ടനായിട്ട് ABVPയിലേക്ക് എത്തുന്നത്. മാന്നാനവും നാട്ടകവും ഒക്കെ ആയിരുന്നു ആദ്യ തട്ടകം. BJPക്ക് കോട്ടയം പോയിട്ട് കേരളത്തിൽ പോലും വളർച്ചയില്ലാത്ത ഒരു കാലമാണ്. കോൺഗ്രസ്സുകാരെയും കേരള കോൺഗ്രസ്സുകാരെയും മാത്രം കണ്ടു വളർന്നതാണ് കോട്ടയം. ആ കോട്ടയത്ത് ബന്ധുക്കളും ചില നാട്ടുകാരും അടക്കം പലരും ജോർജ് കുര്യന്റെ BJP അടുപ്പം തന്നെ കണ്ട് അമ്പരന്നു പോയി. കൂട്ടം തെറ്റിപ്പോയ കുഞ്ഞാടിന് നേർവഴിക്ക് നടത്താനായിട്ട് വീട്ടുകാരെ ഉപദേശിച്ചു പലതരത്തിലുള്ള അടുപ്പക്കാരും മറ്റും. പക്ഷെ ജോർജ് കുര്യൻ അപ്പോഴും BJPക്കാരനായിട്ട് തന്നെ നിന്നു. കോട്ടയത്തെ ഊടുവഴികൾ പോലും ജോർജ് കുര്യന് കാണാപ്പാടമാണ്. പഴയ തലമുറയിലെയും പുതിയ തലമുറയിലെയും പാർട്ടി പ്രവർത്തകരെ ഈ പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന ബന്ധവും അദ്ദേഹത്തിനുണ്ട്. സാധാരണ ഒരു കർഷക കുടുംബമായിരുന്നു ജോർജ് കുര്യൻ്റേത്. അമ്മയും അച്ഛനും ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. മൂത്ത സഹോദരന്മാരുടെ പിന്തുണയിലാണ് ജോർജ് കുര്യൻ വളർന്നത് തന്നെ. എളിമയാണ് കുര്യന്റെ മുഖമുദ്രയെന്ന് പാർട്ടി പ്രവർത്തകർ തന്നെ പറയും. പരിവാര സമേതരായിട്ടാണല്ലോ മറ്റു ചിലർ സത്യപ്രതിജ്ഞയ്ക്ക് ഡൽഹിയിലെത്തിയത്. പക്ഷേ ജോർജ് കുര്യന്റെ ഭാര്യ ഈ വിവരം അറിയുന്നത് മാധ്യമപ്രവർത്തകർ വീട്ടിലെത്തുമ്പോഴാണ്. കാര്യം കണ്ട് അമ്പരന്നു പോയ അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ പറഞ്ഞത് നിങ്ങളിലൂടെയാണ് ഞാൻ ഈ വിവരം അറിയുന്നത് എന്നാണ്. അത്രത്തോളം ഈ ആളും ആരവവും ഒന്നും തന്നെ കാണിക്കാത്ത എളിമയോടുകൂടി നിൽക്കുന്ന ഒരാളാണ് ജോർജ് കുര്യൻ. അതുതന്നെയായിരിക്കാം ഒരുപക്ഷെ BJPയുടെ കേന്ദ്ര നേതൃത്വം ഇദ്ദേഹത്തെ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് കൊണ്ടുവന്നതിൻ്റെ പിന്നിലും. എന്തായാലും ഈ ക്രൈസ്തവ സമൂഹത്തെ ഒന്നുകൂടെ ചേർത്ത് നിർത്താൻ ഈ ജോർജ് കുര്യന്റെ കേന്ദ്ര മന്ത്രിസഭയിലേക്കുള്ള ഈ പ്രവേശനത്തിലൂടെ സാധിക്കും.
അത് BJP കണക്ക് കൂട്ടുന്നത് 2026 തന്നെയാണ്. 2 വർഷം ബാക്കി നിൽക്കുമ്പോൾ 2026 കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൽ ഒരു അക്കൗണ്ട്, ലോക്സഭയിലേക്ക് ഒരു അക്കൗണ്ട് തുറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് വിജയത്തോടടുത്തു, ആറ്റിങ്ങലും ഏതാണ്ട് തന്നെ നല്ല വോട്ട് സമ്പാദിച്ചു. അതുപോലെ തന്നെ ആലപ്പുഴയിലും BJP കണക്ക് കൂട്ടുന്നത് 15 മുതൽ 20 സീറ്റുകൾ വരെ നേടുക എന്നുള്ളതാണ്. അങ്ങനെ കേരളത്തിലെ ഭരണത്തിൽ ആരാണ് കേരളം ഭരിക്കേണ്ടത് എന്ന് തീർച്ചപ്പെടുത്താനുള്ള ഒരു അധികാരത്തിലേക്ക് BJPയെ കൊണ്ടുപോവുക എന്നുള്ളതാണ് കേന്ദ്ര നേതൃത്വം കണക്ക് കൂട്ടുന്നത്. അതിന് മുന്നോടിയായിട്ട് തന്നെയാണ് ജോർജ് കുര്യനെ ഈ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും നരേന്ദ്രമോദി 3ാം വട്ടം അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിന് കിട്ടിയ ഒരു അപ്രതീക്ഷിത സമ്മാനം തന്നെയാണിത്.